പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അൺസർട്ടൻറ്റീസ് ധാരാളമുണ്ട്. റിലേഷൻഷിപ്പിൽ, ബന്ധങ്ങളിൽ സ്ട്രഗിൾ വരും, ജോലിയിൽ സ്ട്രഗിൾ വരും, സാമ്പത്തികമായിട്ടുള്ള ഹാർഡ്ഷിപ്സ് നാം ഫേസ് ചെയ്യേണ്ടി വരും. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ കാര്യം പറയുകയും വേണ്ട. പൊളിറ്റിക്കൽ അൺറസ്റ്റ് ഉണ്ടാകും. അപ്പോഴൊക്കെ നാം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, കർത്താവേ, അല്പം സമാധാനം നീ ഞങ്ങൾക്ക് തരുമാറാകണമേ. നമ്മുടെ കർത്താവിൻ്റെ പേര് സമാധാന പ്രഭു എന്ന ആ ഒരു വാക്ക് മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് അല്പം സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. യെശയ്യാവ് 9 അധ്യായം 6 വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയട്ടെ. ദെയർ ആർ അൺസർട്ടൻ ഡേയ്സ്. ഹല്ലേലൂയ. നമ്മൾ ശരിക്കും കൊറോണ വൈറസിൻ്റെ സമയത്ത് അത് ശരിക്ക് അനുഭവിച്ചതാണ്, അല്ലേ? പ്രൈസ് ഗോഡ്. അൺസർട്ടനിറ്റി, അനിശ്ചിതത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് സ്ട്രെസ്സും ആങ്സൈറ്റിയും വരുന്നത്. ലോകത്തിൽ ഈ കൊറോണ വൈറസിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് തീരും, പണ്ടത്തെ പോലൊരു നല്ല കാലം വരുമോ എന്നൊക്കെ നമ്മൾ ഓർത്തിട്ടില്ലേ? ഓരോ ദിവസവും നമ്മൾ ഓരോ അൺസർട്ടനിറ്റിയാണ് നമ്മൾ ഫേസ് ചെയ്ത്. അപ്പോഴെല്ലാം നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം സമാധാനമാണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിലേക്കും ദൈവത്തിലേക്കും മാത്രം നോക്കിയാലേ ദൈവമക്കളെ നമുക്ക് സമാധാനം കിട്ടത്തുള്ളൂ. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം നമുക്ക് വളരെ സ്പഷ്ടമായി അറിയാവുന്നതും നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതുമാണ്, അല്ലേ? സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമുക്ക് ദൈവം തരുമെന്നുള്ളത് എത്ര യുണീക്കായിട്ട് ഉള്ള ഒരു കാര്യമാണ്, അല്ലേ? ഹല്ലേലൂയ. എന്നാൽ ചില കാര്യങ്ങൾ അതിനകത്തേത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നിട്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച്, അവനിൽ ആശ്രയിച്ച്, അവനിൽ ശരണപ്പെട്ട് ഏതനിശ്ചിതത്വം വന്നാലും വിശ്വസ്ത ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ കാര്യം, ഫോക്കസ് ഓൺ ദ ഇറ്റേണൽ. ഹല്ലേലൂയ. നിത്യമായതിനെ നാം കാംക്ഷിക്കണം, നോക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പലപ്പോഴും പ്രയാസങ്ങളും ആങ്സൈറ്റിയൊക്കെ വരുമ്പോൾ നമ്മൾ ലോകത്തിലെ കാര്യങ്ങളെയല്ലേ നോക്കുന്നത്, ടെമ്പറൽ തിങ്സ്, അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ, ഇമ്മീഡിയറ്റ് തിങ്സ്, അതാണ് നമ്മൾ നോക്കുന്നത്. പലപ്പോഴും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏർത്ത്ലി തിങ്സിനെയാണോ നമ്മൾ നോക്കുന്നത്, അതോ നമ്മൾ ഇറ്റേണൽ തിങ്സിനെയാണോ നോക്കുന്നത്? പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, നിത്യമായിട്ടുള്ള ഹിതം, ഹല്ലേലൂയ, നാം മെഡിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ ടെമ്പറലായിട്ടുള്ളതൊക്കെ വിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ തക്കണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. നമുക്കൊരു ഇറ്റേണൽ ഹോം അവൻ തരും. നമുക്കൊരു ഇറ്റേണൽ സേവിയർ ഉണ്ട്, അല്ലേ? ഹല്ലേലൂയ. അവൻ നമുക്കൊരു ഹെൽത്തി ബോഡി തരും. പ്രൈസ് ഗോഡ്. ഈ സത്യങ്ങളൊക്കെ നാം ഓർത്തുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിത്യനായ ദൈവമേ, ശാശ്വത രാജാവേ, ഇന്നത്തെ ദിവസം ഞാൻ ഇറ്റേണലായിട്ടുള്ള നിത്യതയുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കട്ടെ. നീ വിശ്വസ്തനാണല്ലോ. യു ആർ ആൻ ഇറ്റേണൽ ഗോഡ്. നീ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഫേസ് ചെയ്യുന്ന അൺസർട്ടനിറ്റിയിൽ നീ ഉണ്ട്. സംഗതികളൊക്കെ നീ എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കി തന്നിട്ട് എൻ്റെ ഈ കറക്റ്റ് അൺസർട്ടനിറ്റിയിൽ ഞാൻ ചായാനായിട്ടല്ല, ഒരിക്കലും മാറാത്തവനായിട്ടുള്ള ഹല്ലേലൂയ ആ ദൈവത്തിൽ ചാരി നിത്യമായ ഭവനത്തിൽ എത്തിച്ചേരുവാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണം. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുവാൻ തക്കോണം കഴിയുമോ? ആ വാണ്ടറിങ് മൈൻഡ് ഒന്ന് മാറ്റുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. അത് മാറ്റിക്കളയണം കേട്ടോ. ഹല്ലേലൂയ. എന്നിട്ട് നാം ആരെയെങ്കിലും എന്തിനെയെങ്കിലും കുറ്റപ്പെടുത്തുന്നതിന് പകരം നാം ചിലത് പണിതെടുക്കുവാൻ തക്കോണം ശ്രമിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം അതാ, ബിൽഡപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിഷയം നാം വളരെ ശ്രദ്ധിക്കണം. കോൺഫ്ലിക്ട്സ് വന്നെന്നിരിക്കുമെന്നേ.
പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. തമ്മിൽ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നടക്കാതെ മറ്റുള്ളവരുടെ കുറ്റം നാം കേൾക്കേണ്ടി വരും. റൈറ്റ്? കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. ദയുള്ള വാക്കുകൾ പറ. ചിലരെയൊക്കെ ഒന്ന് കോംപ്ലിമെൻറ്റ് ചെയ്തേ. എൻകറേജിങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മറ്റുള്ളവർക്കൊന്ന് പോസ്റ്റ് ചെയ്തേ. ആവശ്യത്തിലിരിക്കുന്നവർക്ക് ചിലതൊക്കെ ഒന്ന് കൊടുത്തേ. നിന്നെ ഹേർട്ട് ചെയ്യുന്ന ചിലരുണ്ട്, അവർക്ക് വേണ്ടി ഇരുന്നൊന്ന് പ്രാർത്ഥിച്ചേ. എന്നിട്ട് നീ അവരോട് പറയണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. പറ്റുമോ? എല്ലാ ബിറ്റർനെസ്സും ഒന്ന് കള. കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ മാനിക്കും. മൂന്നാമത്തെ കാര്യം, റിമെമ്പർ ഗോഡ്സ് നിയർനെസ്. ഹല്ലേലൂയ. ആമേൻ. 4 ഫേവററ്റ് വാക്ക. ദ ലോർഡ് ഈസ് നിയർ. യേശുപ്പച്ചന് എൻ്റെ അടുത്തുണ്ട്. ദ ലോർഡ് ഈസ് നിയർ. അവനറിയാം, അവൻ കാണുന്നുണ്ട്. അവനൊട്ടും സർപ്രൈസ്ഡ് ആയിട്ടൊന്നുമല്ല ഇരിക്കുന്നത്. എൻ്റെ അനിശ്ചിതത്വത്തിൻ്റെ ഈ സമയത്ത് അവൻ അതിനെ കഴിഞ്ഞും എത്രയോ വലുതാ. ഹല്ലേലൂയ. പറ്റുമോ കുഞ്ഞേ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കും. ചിലരുടെ നിയർനെസ് നമ്മളെ ഒത്തിരി ആശ്വസിപ്പിക്കാറില്ലേ? എന്നാൽ യേശു കർത്താവിനെ ഒന്ന് അടുത്ത് പിടിച്ച് നിർത്തിക്കേ. നിൻ്റെ എല്ലാ ഭയത്തെയും ഹല്ലേലൂയ അവൻ കാം ഡൗൺ ചെയ്യും. ഗോഡ് ഈസ് പവർഫുൾ ആൻഡ് ഹീ ഈസ് നിയർ ആൻഡ് ഹീ ഈസ് വെരി നിയർ. അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവെ നീ ഏറ്റവും അടുത്ത തുണയായി എൻ്റെ അടുത്ത് വരണമേ എന്ന്. നാലാമത്തേത്, റിജോയ്സ് ആൻഡ് ബി താങ്ക്ഫുൾ. സന്തോഷിക്കുവിൻ, നന്ദിയുള്ളവരായിരിക്കും. എല്ലാ അൺസർട്ടനിറ്റിയിലും ഹല്ലേലൂയ തെറ്റായി പോകുന്നതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് നല്ല കഴിവാണ്. നന്ദി പറയാൻ പറ്റാതെ നമുക്ക് മനപ്രയാസപ്പെടുത്തുന്ന സംഗതികളൊക്കെ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കും. വിട്ടുകള കുഞ്ഞേ. ഒന്ന് പോസ് ചെയ്തേ, ഒന്ന് താങ്ക്സ് പറഞ്ഞേ, ഒന്ന് പോസ് ചെയ്തേ, ഒന്ന് റിജോയ്സ് ചെയ്തേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക്ഫുൾനെസ് ചലഞ്ച് മനസ്സിലാക്കിക്കോണം. 5 മിനിറ്റ് എല്ലാ ദിവസവും ഒന്ന് മാറ്റിവെച്ച് ദൈവത്തിന് നന്ദി പറയാൻ. ഹല്ലേലൂയ. 1 മിനിറ്റ് 5 കാര്യത്തിന് വേണ്ടി ഒന്ന് നന്ദി പറയാൻ മാറ്റിവെക്കാമോ? താങ്ക് ഗോഡ് ഫോർ ഹൂ ഹീ ഈസ്. താങ്ക് ഗോഡ് ഫോർ ഹൗ ഹി ഹാസ് ബീൻ ഫെയ്ത്ത്ഫുൾ ഇൻ ദ പാസ്റ്റ്. താങ്ക് ഗോഡ് ഫോർ വാട്ട് ഹി ഹാസ് പ്രൊവൈഡഡ്. താങ്ക് ഗോഡ് ഫോർ ഹൂം ഹി ഹാസ് പുട്ട് ഇൻ യുവർ ലൈഫ്. താങ്ക് ഗോഡ് ഫോർ വേർ ഹി വിൽ ഷോ അപ്പ് ഇൻ ദ ഫ്യൂച്ചർ. ഹല്ലേലൂയ. നമ്മുടെ നന്ദി പ്രകടനവും നമ്മുടെ സന്തോഷിക്കുന്ന അവസ്ഥയും വളരെ ട്രാൻസ്ഫോർമേറ്റീവാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ അത് വ്യത്യാസം കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുക. 5ാമത്, ആസ്ക്. പ്രാർത്ഥന വേണം. കിങ്ഡം റൂളാണ് യാചിപ്പിക്കുന്നുള്ളത്. ആസ്ക്. ചോദിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. ദൈവം നല്ലവനാ. അവനെല്ലാം അറിയുന്നവൻ, കാണുന്നവൻ. നമ്മുടെ അൺസർട്ടനിൽ നിന്ന് അവൻ നമ്മളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. അവനുത്തരം അവൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. നാം അവൻ്റെ ടൈമിങ്ങിന് വേണ്ടി കാത്തിരുന്നാൽ മാത്രം മതി. അവൻ്റെ അനിത്യമായ പേഴ്സ്പെക്റ്റീവിലേക്ക് അവൻ നമ്മെ അടുപ്പിക്കും. അതിൽ നമുക്ക് സന്തോഷിക്കുവാൻ തക്കവണ്ണം കഴിയണം ദൈവമക്കളെ. അതിന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 6ാമത്തെ കാര്യം, ബി കെയർഫുൾ വേ യു ഡ്വെൽ. നീ എവിടെയാണ് വസിക്കുന്നതെന്നുള്ളത് നീ വളരെ കെയർഫുള്ളായിട്ട് ഓർത്തുകൊള്ളണം. ഡ്വെൽ ഓൺ ദീസ് തിങ്സ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ട്രൂ, ഹോണറബിൾ, ജസ്റ്റ്, പ്യുവർ, ലവ്ലി, കമൻഡബിൾ, മോറലി എക്സലൻറ്റ് ആൻഡ് പ്രൈസ് വർതി. ഇങ്ങനെയുള്ള സംഗതികൾ അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ തക്കോണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? നിങ്ങൾക്കത് മലയാളത്തിൽ നല്ലതുപോലെ അറിയാവുന്ന കാര്യമാണ്. സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകീർത്തിയായത്, സൽഗുണമായത്, പുകഴ്ചയായത്. ഹല്ലേലൂയ. ഇതൊക്കെ ചിന്തിപ്പാൻ തക്കോണം, ഹല്ലേലൂയ, അതിൽ വസിപ്പാൻ തക്കോണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കർത്താവ് വലിയ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. 7ാമത്തെ, മോഡൽ അതേഴ്സ് ഹു ഹാവ് ഹാൻഡിൽഡ് അൺസർട്ടനിറ്റി വെൽ. അനിശ്ചിതത്വത്തിൽ കടന്നലയ്ക്കാതെ വലയാതെ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് നമ്മൾ പറയപ്പെട്ട സകല സദ്ഗുണങ്ങളും കൈമുതലായിട്ടിരുന്ന് ഹല്ലേലൂയ അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്ത ചിലരെ ഹല്ലേലൂയ ഒന്ന് മോഡൽ ചെയ്യുവാൻ കഴിയുമോ?
പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം. മാസങ്ങൾ, വർഷങ്ങൾ അവൻ സഞ്ചരിച്ചു. മൾട്ടിപ്പിൾ ഇംപ്രിസൺമെൻറ്റ്സ് അല്ലേ, അപ്പോഴും കാരാഗൃഹത്തിൽ കിടന്ന് അവൻ ലേഖനങ്ങൾ എഴുതി. പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും എഴുതിയത് നമ്മെ എൻകറേജ് ചെയ്തിട്ടേ ഉള്ളൂ. ആ എൻകറേജ് ചെയ്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപകാരമായി വരുവാൻ തക്കണം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ചു.